ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ പപ്പയുടെ മമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ നല്ല പാല് 750 ml ഒഴിച്ചു കൊടുത്തു. അതിന് ഇന്ന് തിളയ്ക്കുന്നിടം വരെ നോക്കിയിരിക്കുക. ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മളിപ്പം റൈസ് പാലട മിക്സാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പാല് തിളച്ച് വന്നു. ഇനിയിപ്പോൾ പാലിലേക്ക് നമ്മൾ പാലൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പാലട മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നട്ട്സും മുന്തിരിയും അതും ഇതൊന്നും, ഇതിൽ ഷുഗർ പോലും ഇടണ്ട, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തു ഓൺലൈൻ വഴി. അപ്പം അവിടെ അവർ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പം എനിക്ക് പാലടയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു പാലട ഉണ്ടാക്കാമെന്ന്. സോ നമ്മൾ പാക്കറ്റിൽ പറയുന്നത് 20 minutes നമ്മൾ ഇത് ബോയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നമുക്കപ്പോൾ 20 minutes ആണ് ഇത് വേണ്ടത്. അപ്പം കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്തോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടറിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പം നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ. അപ്പോൾ നമ്മളിത് ആ ബട്ടർ മിക്സ് ചെയ്തു, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാലട, എനിക്ക് എന്ത് പായസമാണെങ്കിലും ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടെ വാട്ടറി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. തിക്കായിട്ടുള്ളത് ഞാൻ പൊതുവേ എനിക്കിങ്ങനെ വാട്ടറി ആയിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാട്ടറി ആയിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാണ്ട് ഇത് നല്ല തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇതൊരു 20 minutes ആയി. നമ്മുടെ അതിൻ്റെ അകത്തുള്ള പാലട എല്ലാം കുറച്ചും കൂടെ ലൂസായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്കൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം. അയ്യോ, എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ ഐറ്റംസ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടാണ് ഗൈസ്. ഊതി കുടിച്ചില്ലെങ്കിൽ ഒണ്ണാക്ക് പൊള്ളും ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. നല്ല മധുരം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എക്സ്ട്രാ മധുരം കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചാരപ്പാനി പോലെ ഇരുന്നേനെ. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ട്. കറക്റ്റ് ഇതാണ്. അപ്പോൾ അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.